പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തിങ്കളാഴ്ച ദിനത്തിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുറേ കുട്ടികൾ 10ാം ക്ലാസ്സും +1ഉം +2 ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പഠിച്ചിട്ടൊന്നും ഓർമ്മയില്ല, കാരണം പഠിപ്പ് തുടങ്ങിയത് ഇപ്പോഴാണ്. പക്ഷേ ഭയങ്കരമായിട്ട് പരീക്ഷയുടെ സമയത്താണല്ലോ ചൂട് വരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്നായിട്ട് ഈ ദിവസങ്ങളിൽ പഠിക്കാൻ. 2, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നൊരു ഹാബിറ്റ്, അതായത് സ്ഥിരോത്സവത്തോടെ പഠിക്കുന്നൊരു ഹാബിറ്റ് ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിലെ 77 തിരുവചനം. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. നോക്കൂ സഹോദരങ്ങളെ, ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ, അതായത് കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എത്രമാത്രം അയോഗ്യരും ബലഹീനരുമാണ് നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി കർത്താവേ അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. എന്നിട്ട് പറയാണ്, അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവിൻ്റെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം എന്ന് പറയുമ്പോൾ ദൈവവചനം പാലിക്കണം, പ്രമാണങ്ങൾ പാലിക്കണം, തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കണം, മൂലപാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് നിരന്തരം പരിശ്രമിക്കണം. അങ്ങനെ ഒരു ആത്മീയ ജീവിത, അതാണ് നിയമത്തിലാണ് എൻ്റെ ആനന്ദം. നിയമത്തിൽ ആനന്ദിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ആത്മീയ പക്വതയിലേക്ക് എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തുടങ്ങി പ്രത്യേകമായിട്ട് നമ്മുടെ പരീക്ഷ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ജപമാല നമ്മൾ കാഴ്ചവെക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്നും ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളൊന്നും ആയിരിക്കണമെന്നില്ല. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, സഭയാകുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഓഹരി കർത്താവ് നമുക്കും തരും. പ്രൈസ് ദ ലോർഡ്. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.